വ്ളോഗാണേ. ജയലക്ഷ്മിയുടെ കല്യാണത്തിന് വന്നപ്പോഴാട്ടോ 1 വർഷം കൂടി ഞാൻ രജീഷിനെ കാണുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ്, ഞാൻ ഇന്നലെ തന്നെ പത്തനംതിട്ട എത്തിയിട്ടുണ്ട്. ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ വെഡിങ് ആണ്. അപ്പൊ നമ്മൾ അതിന് പോകാൻ വേണ്ടി റെഡി ആവാൻ തുടങ്ങും കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിച്ചു തരാവേ. നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ ഞങ്ങൾ. പക്ഷേ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി. എന്നാലും കൃത്യസമയത്ത് ഞങ്ങൾ എത്തിയിട്ടോ. ഇതാട്ടോ കൃഷ്ണരാജ. ഞാനും അവന് 2 വർഷം കൂടിയാണ് കാണുന്നത്. കല്യാണം നടക്കുന്ന ഓട്ടോറിന്റെ ഫ്രണ്ടിൽ തന്നെ വെൽക്കം ഡ്രിങ്ക്സിന്റെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചൂടുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ഡ്രിങ്ക്സ് എല്ലാം കുടിച്ചിട്ട് തന്നെ കയറാന്ന്. ടൈം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് നന്നായിട്ടിരുന്ന് വർത്താനം പറഞ്ഞാട്ടോ ഈ കാണുന്നത്. കേട്ടോ, ഞങ്ങളുടെ ജയലക്ഷ്മിയുടെ കല്യാണത്തിനാണ് വന്നേക്കുന്നത്. എൻട്രൻസ് കല്യാണം തുടങ്ങാൻ പോട്ടോ. ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആട്ടോ, എന്നോട് ഡിഗ്രിക്ക് പഠിച്ചവരാണ്. ഈ ഗണപതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് വന്നിങ്ങനെ വെച്ചേക്കുന്നു. നമ്മൾ ഇതിന്റെ അകത്ത് കയറാൻ പോട്ടോ. ഇതാട്ടോ രാഗി. ഈ രാഗിയുടെ കല്യാണത്തിന് കഴിഞ്ഞ വർഷം പത്തനംതിരിക്കുന്നത്. രാഗിയുടെ ഹസ്ബൻഡാട്ടോ അങ്ങേയറ്റത്തിരിക്കുന്നത്. പ്രീതി ജയലക്ഷ്മി ഇപ്പൊ വരുവേ, വേഗം തന്നെ നോക്കണേ. ക്യാമറമാന്മാർ കയറി നടഞ്ഞു. ഇതാട്ടോ ജയലക്ഷ്മി. താലി കിടന്ന് ഇങ്ങോട്ട് നിന്ന് കേട്ടത്. താലി കെട്ടുന്നത് തിരിച്ചു നിർത്തിയിട്ടാട്ടോ. അതാണ് ശരിക്കുള്ള ഫേസ് കാണാൻ പറ്റുന്നില്ല.
നിത്യം ഈ നവ്യജന്മതികൾ വേദനാകുലം രമ്യമാമിതുരമേ വിവാഹമാം കർമ്മപാശമിതു നിത്യം ഓർക്കുവിൻ തമ്മിലുങ്കയോട് നിങ്ങളൊപ്പമായി ധർമ്മപീഠകൾ പകുത്തുവാഴുവിൻ കാളി മനുഷ്യവും എന്നി വീഴുവിൻ വരയിൽ നോറുവത്സരം പ്രാണനും തനുവും എന്നുപോലെ വാഴും നിങ്ങൾ പുരുഷാർത്ഥമേയുവിൻ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഗൈസ് ഇനി ഗിഫ്റ്റും കൊണ്ട് കൃഷ്ണൻ വരം സാധനം എടുക്കാൻ പോയിട്ടുണ്ട്. ഗൈസ് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചിമാരുടെ പിന്നോട്ടി കൊണ്ട് പഴം വെച്ചു വരുന്നുണ്ട്, ഓരോന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഗൈസ് കുഞ്ഞിയപ്പാണ് ഇത്. അച്ഛൻ ഇട്ടതാണ് ദേഹി കിടക്കുന്ന ബാക്കി പാലില്ല, ഇവിടുത്തെ മാത്രം ഓണായില്ല. എന്റെ കയ്യിലത്തെ ഗിഫ്റ്റ് കാരണം ഫോൺ എന്നിട്ട് എടുത്ത് വയ്ക്കുന്നു. മണിക്കുട്ടി അച്ഛനും അച്ഛനും എത്ര കാര്യം അമ്മയെ കൂടെ എന്തെങ്കിലും കാര്യം ഞാനിങ്ങനെ ഇതിന് വന്നപ്പോ ഒരു കൂട്ടിന് എന്റെ ഒക്കെ അങ്ങനെ അത്രയും കത്തിനൊന്നും കാണിയില്ല. എന്റെ അമ്മ വരുമായിരിക്കും കല്യാണം കഴിച്ച് പോകുമ്പോ. എന്റെ അപ്പനെ കുറച്ച് മനക്കട്ടിയുള്ള ആളാടി. അങ്ങനെ ഇങ്ങനെയൊന്നും ഓക്കെ ബൈ. അല്ലടാ, അത് പ്രഗ്നന്റ് ആകുമ്പോ അവൾക്ക് ഗ്ലോ വരുന്നതാ. ഇങ്ങനെ ആരുടെയൊക്കെ കല്യാണം വരുമ്പോഴാട്ടോ ഞങ്ങളെല്ലാം ഒന്ന് കൂടുന്നത്. അപ്പൊ എല്ലാവർക്കും വർത്താനം പറഞ്ഞാലും ഒന്നും തീരത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറെ നേരം കല്യാണം കഴിഞ്ഞിട്ടും എല്ലാവരും പോയിട്ടോടിരുന്ന് വർത്താനം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു 1-2 മണിക്കൂർ അവിടെ തന്നെ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് കേട്ടോ. അങ്ങനെ പയ്യെ ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാൻ ടൈമായി കഴിഞ്ഞപ്പോ ജയലക്ഷ്മിയുടെ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് പയ്യെ പോകുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ ബൈ.